നായകനായിട്ടുള്ള ജോഷി ജോസഫ് കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നു. ഷാജിയൻ കരുണിൻ്റെ ഏഹ്, നിര്യാണം ഈ നിമിഷം. തൊട്ട് മുമ്പ് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ജെ.സി. ഡാനിയൽ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി നിശാഗന്ധിയിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അദ്ദേഹം എത്തിയത് അങ്ങേയറ്റം മെലിഞ്ഞ് ശോഷിച്ച് കൈത്താങ്ങുകളോടുകൂടിയാണ് കൂടെയുള്ളവരുടെ. ഷാജിയൻ കരുണിൻ്റെ ചലച്ചിത്ര ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് ജോഷി ജോസഫ്? വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഷാജി ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഒരു ആ, വളരെ വസ്തുനിഷ്ഠമായ ഒരു അപഗ്രഥനം ഈ നിമിഷത്തിൽ അസാധ്യമാണ്. ആം, ഈ അവസാനം ജെ.സി. ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആ, ഒരു യാത്ര പറച്ചിൽ പോലെയായി. അപ്പോൾ അതിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഇതിൽ നിന്നും എനിക്കൊന്ന് മോചനം നേടേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം, ഒരു ഫിൽം മേക്കർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അദ്ദേഹം ഇറക്കിയ ആദ്യത്തെ സിനിമ പിറവിയാണല്ലോ. അതിനുശേഷം പല സിനിമകളും ചെയ്തു. അതിനു മുമ്പ് ഷാജിയൻ കരുൺ അരവിന്ദൻ എന്ന കൂട്ടുകെട്ടിൽ വിടർന്ന, വളർന്ന, വളരെയധികം മുകളിലേക്ക് പറന്ന ഒരു ഒരാളാണ്, ഒരു കലാകാരനാണ് ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ അരവിന്ദനുമായി ചേർന്നിട്ട് ചെയ്തിട്ടുള്ള സിനിമകളിൽ ലോക സിനിമയിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും ലോക സിനിമയിൽ മറ്റ് വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരും ക്രിട്ടിക്കുകളും രേഖപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് തമ്പ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുള്ള സിനിമയാണ് തമ്പ്. ആ സംഗതി കണ്ടാൽ അറിയാം, അതിൽ ഒരു ചലച്ചിത്രകാരനും ചലച്ചിത്ര ഫോട്ടോഗ്രാഫർ, അതിന്റെ ക്യാമറമാനും കൂടിയുള്ള ഒരു ലയത്തിൽ നിന്നുമാണ് അതുപോലുള്ള ഷോട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയൂ. അതിനെക്കുറിച്ച് ഉള്ള വേറൊരു കഥ, ഇവർ രണ്ടുപേരും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ചിദംബരം എന്ന സിനിമയിൽ സ്മിത പട്ടേൽ വന്ന് അഭിനയിക്കുന്നു. അപ്പോ സ്മിത പട്ടേൽ എപ്പോഴാണ് ഷൂട്ടിംഗ് തുടങ്ങുക എന്നിങ്ങനെ കാത്തിരിക്കുകയാണ്, ഇവർ റിഹേഴ്സ് ചെയ്യാണ് എന്ന് വിചാരിച്ച്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സിനിമയുടെ ഒരു നല്ല പങ്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം പരസ്പരം ഉള്ള തൊടൽ, അതായത് അരവിന്ദൻ ഷാജിയെ തൊടുന്നു, ഷാജി അത് മനസ്സിലാക്കി ക്യാമറ ഓണാക്കുന്നു, വീണ്ടും അരവിന്ദൻ ഷാജിയെ തൊടുന്നു, അപ്പൊ ക്യാമറ നിർത്തുന്നു. ഇങ്ങനെ ഉള്ള തൊടൽ മലയാള സിനിമയിൽ ഒരു നമുക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കാവുന്ന ഒരു ഖരാന, ഒരു ടച്ചിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, തൊടലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വാക്കുകളില്ലാതെ സിനിമയെടുത്ത അരവിന്ദൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ നമ്മൾ ഒരാളെ ഒന്ന് തൊടുക എന്ന് പറയുന്നത്. അതിലൂടെ ഒരു മൊത്തം സിനിമ ഷൂട്ടിംഗ് നടത്തുക എന്നൊക്കെ പറയുന്നതിനകത്തുള്ള ഒരു ലയം ആണ് സിനിമാ ചരിത്രത്തിൽ ഷാജി എൻ കരുണിനെ ഓർമ്മ രേഖപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ പിറവി എന്ന സിനിമയും ഒരു ക്ലാസിക്കായി തന്നെ എണ്ണപ്പെടും. അദ്ദേഹത്തിൻ്റെ സംഭാഷണം പൊതുവെ നിശബ്ദതയുടെ ഒരു ആഘോഷമായിട്ട് കരുതപ്പെട്ടിരുന്നു. ജി അരവിന്ദനും ആ രീതിയിൽ നിശബ്ദതയെ ആഘോഷിച്ചു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് നിശബ്ദതകൾ ചേർന്നിട്ട് നമ്മുടെ സിനിമയിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാമോ? എന്ന് തന്നെ പറയേണ്ടതാണ് നമ്മൾ. കാരണം അത് തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ അരവിന്ദന്റെ നിശബ്ദതകൾക്ക് ഒരു ദാർശനിക മാനമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ട്. ഷാജി എൻ കരുണിൻ്റെത് അദ്ദേഹം അരവിന്ദനേക്കാൾ കൂടുതൽ ഇപ്പൊ അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. അരവിന്ദന്റേതൊരു ദാർശനിക മൗനവും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു മൗനവുമാണെന്ന് വേണമെങ്കിൽ പറയാം.